ഈ ചെങ്ങായിനെ കുറിച്ച് പറയാതിരിക്കാൻ മറ്റന്നാൾ മദ്രസ സ്റ്റാർട്ട് ആവാമല്ലോ. അനിയന് ബാഗ് മേടിക്കാണ്ടായിരുന്നു. നിന്റെ അനിയന് മേടിക്കാനില്ലേ? വേണ്ട, ഇനി മുതൽ അവനെ മദ്രസയിൽ അയക്കില്ല എന്ന് ഉപ്പ പറഞ്ഞായിരുന്നു. ഉപ്പാക്കും ഉസ്താദിനും കമ്മിറ്റി പരമായ എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ ലൈഫിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തട്ടുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ചെങ്ങായി കാണിക്കുന്നത്. ആ ഗേറ്റടിച്ചല്ലേ? ഇനി അവളും ക്ലീൻ ചെയ്ത് എല്ലാ ജോലിയും നമ്മളാണ് ചെയ്ത് കൊടുക്കാം. മാസം മാസം ജമാഅത്തിന് ശമ്പളം കൊടുക്കുന്നത് വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് മൊബൈലിൽ കുത്തിരിക്കാനല്ലേ? താൻ ശമ്പളത്തെ കുറിച്ചൊന്നും പറയണ്ട. താൻ എന്താ വിചാരിച്ചേ? ഉസ്താദന്മാർക്ക് മാസം മാസം ലക്ഷങ്ങൾ കൊടുക്കുന്നെന്നാണോ? തനിക്കറിയോ, ഏറ്റവും തുച്ഛമായ ശമ്പളമാണ് ഞാൻ ഉസ്താദന്മാർക്ക് കൊടുക്കുന്നത്. ബേക്കറിയിലോ ഏതോ കടയിലോ സെയിൽസ്മാനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 20,000 30,000 സാലറി ഉണ്ട്. പക്ഷേ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ദീനപരമായ കാര്യം പറഞ്ഞു തരുന്ന ഉസ്താദന്മാർക്ക് 15,000 മുകളിൽ സാലറി കൊടുക്കാനായില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഇതും പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽക്ക് ഇരയാവുന്നതും നമ്മൾ ഉസ്താദന്മാർ തന്നെയാണ്. ചോദിക്കുമ്പോ എല്ലാവരും പറയുമല്ലോ ഉസ്താദിന്റെ ശമ്പളത്തിന് ബർക്കത്ത് കൂടുതലാണെന്ന്. വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് പ്രത്യേകിച്ചിട്ട് ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ കൊടുക്കുന്ന അതേ വിലയാണ് അവരും കൊടുത്ത് സാധനം വാങ്ങുന്നത്. അവർക്കും കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മക്കളെ കെട്ടിച്ചയക്കേണ്ടതുണ്ട്, വീട് നിർമ്മിക്കേണ്ടതുണ്ട്. ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എല്ലാ നാട്ടിലും പള്ളി കമ്മിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. അതും പറഞ്ഞിട്ട് ഉസ്താദന്മാരെ വെറുത്തിട്ട് അനിയനെ മദ്രസയിൽ അയച്ചില്ലെങ്കിൽ നാളെ കമ്മിറ്റിക്കാർ വന്ന് ഇൽമ പഠിപ്പിച്ചു ഉസ്താദിന. ഞങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദന്മാർ നമ്മൾ അടിമകളാണ്. അത് മാറണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാംഗ്ലൂരിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യാൻ